Hello friends. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് Asus TUF FX505DT എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 61,000 ആണ്. എന്നാൽ നമ്മുടെ ആമസോണിന്റെ ഓരോ സ്പെഷ്യൽ സെയിലുകളിൽ ഈ ഒരു ലാപ്ടോപ്പിന്റെ മുകളിൽ നമുക്ക് ഡിസ്കൗണ്ട്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് 51,000 ആയിരുന്നു. ആൻഡ് ഇതിപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ നമ്മുടെ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലായിരുന്നു അത്രയും ലോവസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പം ഇനിയും സെയിലൊക്കെ വരുമ്പോൾ പ്രൈസ് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ആമസോണിൻ്റെ സൈറ്റിൽ കൊടുത്തേക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഡിഫറെൻ്റ് ആണ്. ആമസോൺകാർ കൊടുത്തേക്കുന്ന 2019 വേരിയൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്, പക്ഷേ നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത് 2020 വേർഷനാണ്. ആൻഡ് അവർ കൊടുത്തേക്കുന്ന സ്പെക്സിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അധികം മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു 2020 വേർഷനിൽ കാണാനായിട്ട് പറ്റും. അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പേര് ടഫ് എന്നുള്ളൊരു പേര് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ അത്ര ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നുമല്ല, മിലിറ്ററി ഗ്രേഡഡ് പ്ലാസ്റ്റിക് ആണ് അസൂസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെർക്കുകൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ എക്സ്ട്രീം ഹീറ്റിംഗ് കണ്ടീഷൻസും എക്സ്ട്രീം ലോ ടെമ്പറേച്ചറിലും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോമാണ് ഈ ഒരു മിലിറ്ററി ഗ്രേഡഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആൻഡ് അത് അത്യാവശ്യം വളരെ സൂപ്പറായിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റേഡി ആയിട്ടുള്ള ഒരു ബിൽഡ് തന്നെയാണ്. അത്യാവശ്യം ചെറിയ ഡ്രോപ്പുകളൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നും പറഞ്ഞ് റഗ്ഡ് ലാപ്ടോപ്പ് അല്ല എടുത്താരും താഴെ ഇട്ടോ നോക്കരുത്, പൊട്ടിപ്പോവും. ചെറിയ ആക്സിഡൻ്റൽ ഡ്രോപ്സ് ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിനേക്കാളും ഒരു പടി സ്ട്രെങ്ത് മുകളിൽ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതേ പ്ലാസ്റ്റിക് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡീമെറിറ്റും ഇതേ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് നല്ല രീതിയിൽ ഇത് അട്രാക്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എണ്ണമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ആ ഒരു ലാപ്ടോപ്പിൻ്റെ മുകളിൽ താഴെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതൊരു വലിയ ഡീമെറിറ്റാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഒരു തുണിയുമായിട്ട് തുടച്ച് നിൽക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വേണ്ടി ഇങ്ങനെ നിറഞ്ഞി കിടക്കുന്നത് കാണാനായിട്ട് വരും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണ്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ കിട്ടാനായിട്ട് പോകുന്നത്. ആൻഡ് ഡിസ്പ്ലേ ക്വാളിറ്റി പലരും പല വീഡിയോസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഹൈ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേസിന് അത്ര ഇങ്ങോട്ടൊരു നല്ല ക്വാളിറ്റി കാണില്ല എന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നുമല്ല, സംഭവം നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. കളർ റിപ്രൊഡക്ഷനൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറി HDR വീഡിയോസ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ HDR വീഡിയോസ് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് HDR വീഡിയോസ് ഇതിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കളർ റിപ്രൊഡക്ഷനൊക്കെ വേറെ ലെവല് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നോക്കാമെന്നുണ്ടെങ്കിൽ 250 നിറ്റ്സിൻ്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്ക് ഉള്ളത്. സോ ഇൻഡോർ കണ്ടീഷൻസിൽ എവിടെയും നമുക്ക് ഡീമെറിറ്റ്സ് ഫേസ് ചെയ്യത്തില്ല. പക്ഷേ ഔട്ട്ഡോർ കണ്ടീഷൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 250 നിറ്റ്സ് നമുക്ക് ചിലപ്പോൾ ഒരു ഡീമെറിറ്റ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ഇനിവേ ഗെയിമിംഗ് ലാപ്ടോപ്സിലൊക്കെ ഇത്രയും തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് മാക്സിമം കിട്ടാറായിട്ടുള്ളൂ. ഇനി 45% NTSC ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഒരു നോർമൽ ആയിട്ടുള്ള വാല്യൂ തന്നെയാണ്. ആൻഡ് 47% ആണ് നമുക്ക് അഡോബ് സോഫ്റ്റ്വെയർസിൽ കിട്ടുന്ന കളർ ആക്യുറസി എന്ന് വെച്ചാൽ. സോ അത് എഡിറ്റിങ്ങിനായിട്ടൊക്കെ എടുക്കുന്നവർക്ക് ഒരു ചെറിയ ഡീമെറിറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ഇതൊരു ഡീമെറിറ്റായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ കൂടെ വരുന്ന ബാക്കി കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ലാപ്ടോപ്സിനകത്തൊന്നും നമുക്ക് ഇത്രയും ലെവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലാതെ ഹൈ ലെവൽ അഡോബ് കളർ ആക്യുറസി ഒന്നും നമുക്ക് കിട്ടുന്നില്ല. സോ ഒരു ഡീമെറിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. എനിവേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 144 Hz റിഫ്രഷ് റേറ്റ് അത് ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ തരുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. വാലറൻ്റ് അതുപോലുള്ള ഒരു 100+ FPS കിട്ടുന്ന ഗെയിംസ് കളിച്ചാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്മൂത്തർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ കീബോർഡ് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പിന് ഒരു ഗെയിമിംഗ് ലുക്ക് കൊടുക്കുന്നത് ആ ഒരു കീബോർഡ് തന്നെയാണ്. ഒരു 1 സോൺ RGB ബാക്ക്ലിറ്റ് ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് പല മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കളർ സൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ട്രോബിങ് എഫക്റ്റ്, ബ്രീത്തിങ് എഫക്റ്റ്, സ്റ്റാറ്റിക് ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെ ഒരു 3-4 കളർ എഫക്ട്സ് നമുക്ക് ഇതിൻ്റെ ആർമറി ക്രിയേറ്റ് ആപ്പ് വഴി ഇടാനായിട്ട് പറ്റും. സോ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ആ ഒരു കീബോർഡിലൂടെ ഓടിപ്പോകുന്ന കളേഴ്സിൻ്റെ ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഗെയിമിംഗ് ലുക്ക്, ആ ഒരു ഗെയിമിംഗ് എന്താ പറയുക വൈബ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു RGB ലൈറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് കീബോർഡിലുള്ള. ഇനി കീബോർഡിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം വളരെ സൈലൻ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. ഞെങ്ങിന്ന് പോലും നമ്മൾ അറിയത്തില്ല. ആ ലെവലിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ്
നിങ്ങൾ ഗെയിം കളിക്കാനായിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്റ്റേണൽ കീബോർഡ് കൂടെ വാങ്ങിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഞെക്കി കഴിയുമ്പോൾ പിന്നെ അത് കീ തന്നെ പോകാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങളൊരു എക്സ്റ്റേണൽ കീബോർഡ് കൂടെ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ അതൊരു പണി കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 വാട്ടിൻ്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് അതിൻ്റെ ക്വാളിറ്റി കുറച്ച് നാൾ മുമ്പ് വരെയും വളരെ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സ്പീക്കർ ആയിരുന്നു. ആൻഡ് കുറേ റിവ്യൂസിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് റീസെൻ്റ്ലി ഞാനിതിൻ്റെ ബയോസ് അത് അബദ്ധവശാൽ അപ്ഡേറ്റ് ആയതാണ്. അപ്ഡേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൗണ്ട് സർപ്രൈസിംഗ്ലി കൂടിയിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയാണത് കൂടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് നേരത്തെ ഒരു റൂമൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 റൂമൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാപ്പിന് ക്ലോസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3D എഫക്ട്സ് ഒക്കെ ഒരു രക്ഷയില്ല. സറൗണ്ട് സൗണ്ടും ഒക്കെ പക്കായിട്ട് തന്നെയാണ് ഈ ഒരു 2 വാട്ടിൻ്റെ ഡ്യുവൽ സ്പീക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ AMDയുടെ Ryzen 5 3550H എന്ന് പറഞ്ഞ Ryzen 5ൻ്റെ 3rd gen പ്രോസസ്സറാണ്. ആൻഡ് അത് നമ്മുടെ ഇൻ്റലിൻ്റെ i5 8th ജെന്നിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡാണ് 2GB AMD Vega 8ൻ്റെ Radeon Vega 8ൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡും അതുപോലെ തന്നെ 4GB Nvidia GTX 1650 ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഈ ലാപ്ടോപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്ത് വരുന്ന റാം 8GB റാം ആണ്, 512GB SSDയും അവൈലബിൾ ആണ്. രണ്ടും അപ്ഗ്രേഡബിൾ ആണ്. നമുക്ക് 32GB റാമും എക്സ്ട്രാ നമുക്ക് ഹാർഡ് ഡിസ്കും ആഡ് ചെയ്ത് സ്റ്റോറേജും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു സ്പെക്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഹാർഡ്വെയർ കോമ്പിനേഷൻ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇനി അത് എത്രത്തോളം പെർഫോം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ എവിടെയും ഡൗൺ ആക്കില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ലാപ്ടോപ്പ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പെർഫെക്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. എവിടെയും എനിക്ക് ഡീമെറിറ്റ്സ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. ആൻഡ് എഡിറ്റിങ്ങിനായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ തന്നെയും അവിടെയും ഒരുപാട് പെർക്കുകളുണ്ട്. ഞാനിപ്പോൾ നേരത്തെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പ്ലസ് ടൈം എടുക്കുമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ റെൻഡർ ചെയ്യാൻ ഒരു 2-3 മിനിറ്റ് മാക്സിമം മതി. അപ്പോൾ ആ ലെവലിലേക്കാണ് പെർഫോമൻസ് മാറിയിട്ടുള്ളത്. വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു CPU GPU കോമ്പിനേഷൻ തന്നെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഗെയിമിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. സൂപ്പർ. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഒരു ഡീമെറിറ്റ് ഈ ഒരു ലാപ്ടോപ്പിൽ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഈ പെർഫോമൻസിൻ്റെ ഗെയിമിങ്ങിൻ്റെയും കാര്യത്തിൽ. ആൻഡ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് ഒരു ഓൾമോസ്റ്റ് ഒരു 70% ഗെയിംസ് നിങ്ങൾക്കൊരു ഹൈ ടു അൾട്രാ സെറ്റിംഗ്സിൽ 60 FPS കോൺസ്റ്റൻ്റ് ഇട്ട് കളിക്കാനായിട്ട് പറ്റും. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബാക്കിയുള്ള വരുന്ന 30% ഗെയിമുകളും നിങ്ങൾക്കൊരു മീഡിയം ടു ലോ ഗ്രാഫിക്സ് ഇട്ടാൽ മാത്രമേ 60 FPS കളിക്കാൻ പറ്റൂ. ആൻഡ് ഇതുവരെ ഉള്ള ഒട്ടുമിക്ക എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് ഇതിനകത്ത് റൺ ആവും. എവിടെയും ഇൻകമ്പാറ്റബിൾ ഹാർഡ്വെയർ എന്നൊന്നും പറഞ്ഞ് പോത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഗെയിമുകളും കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല FPS കളിക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും ഹാർഡ്വെയർ എല്ലാം കോമ്പോയും കൂടെ ചേർന്നിട്ട് തന്നെ നമുക്കൊരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് കിട്ടും എന്നതിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് ടൈപ്പ് ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. കുറച്ചുകൂടെ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഇതിൻ്റെ Asusൻ്റെ ടഫ് A15 A15 എന്നൊക്കെ പറഞ്ഞ് ബെറ്റർ Brolls ഉണ്ട്. അതുപോലെ തന്നെ Asusൻ്റെ റോഗ് സീരീസിൻ്റെ ഒക്കെ ലാപ്ടോപ്സ് വരുന്നുണ്ട്. സോ അതാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസസും അതുപോലെ തന്നെ പെർഫോമൻസും കിട്ടുന്ന ലാപ്ടോപ്സ് വേറെയും അവൈലബിൾ ആണ്. എനിവേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു ലാപ്ടോപ്പ് തരുന്ന പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത തന്നെയാണ്. ഇനി ഇതിൻ്റെ തെർമൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം അടിപൊളി തെർമൽസ് തന്നെയാണ്. നമുക്ക് 90 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മളിപ്പോൾ ഒരു ടർബോ ഇട്ട് ഫുൾ ക്ലോക്ക് സ്പീഡിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി സെൽഷ്യസ് വരെ ലാപ്ടോപ്പ് മാക്സിമം ഹീറ്റ് ആവും. ചിലപ്പോൾ അതിലും പ്ലസ് പോകുമെങ്കിലും പെട്ടെന്ന് തന്നെ 90-ക്കകത്ത് വന്നിങ്ങനെ നിൽക്കും. സോ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ഇതിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. ആൻഡ് ഗെയിം കളിക്കുമ്പോഴും ഹീറ്റിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് സ്പീഡ് ഹൈയിലാക്കുമ്പോൾ തന്നെയും ടെമ്പറേച്ചർ എല്ലാം നമ്മൾ സ്റ്റേബിൾ ആക്കിയാണ് Asus ഇതിനകത്ത് ആർമറി ഗ്രേറ്റ് ആപ്പ് വഴി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഗെയിമിങ്ങിന് എവിടെയും ഒരു ഡീമെറിറ്റ് ഫേസ് ചെയ്യുന്നില്ല. അത്യാവശ്യം എല്ലാ ഗെയിമിലും നല്ല രീതിയിലുള്ള FPS കാര്യങ്ങളെല്ലാം നമുക്കിതിൽ
കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. Ryzen 5ൻ്റെ 3rd gen പ്രോസസ്സറാണ്. 12 നാനോമീറ്റർ ബിൽഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് Nvidia'യുടെ GTX 1650 ഗ്രാഫിക്സ് കാർഡ്. ഈ 3 സാധനങ്ങൾ നല്ല രീതിയിൽ ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യുക. ചാർജർ പ്ലഗ് ഇൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും കിട്ടത്തില്ല. ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ആൻഡ് നിങ്ങളിപ്പോൾ ചാർജർ കുത്തത് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യാതെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് കിട്ടുന്നൊരു ബാക്കപ്പ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 3 hours ആണ്. 3 to 4 hours വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും വന്നിട്ടില്ല. 3 hours തന്നെയാണ് നമുക്കൊരു ആവറേജ് ആയിട്ട് കിട്ടുന്ന മാക്സിമം സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അവസാനമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ഏറ്റവും സ്റ്റേബിളസ്റ്റ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വിൻഡോസ് അപ്ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ മൈ Asus ആപ്പിനകത്ത് ബയോസ് ആൻഡ് ഫേംവെയർ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് നിങ്ങൾ നോക്കുക പോലും ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പണികളാണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത്. ബഗ്ഗുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ആദ്യമേ തന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഫുൾ ഡ്രൈവേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ മൈ Asus എന്ന് പറഞ്ഞ ആപ്പിനകത്ത് ബയോസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് 315 എന്ന് പറഞ്ഞ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യരുത്. കാരണം Asusനകത്ത് തന്നെ നമുക്ക് ഈ FX505 എന്ന് പറഞ്ഞ ലാപ്പിൽ തന്നെ കുറേ വെർഷൻ വരുന്നുണ്ട്. DY, DT, അതുപോലെ തന്നെ GT, അങ്ങനെ ഇഷ്ടം പോലെ വെർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ യൂണിവേഴ്സലായിട്ട് ഒറ്റ ബയോസാണ് അവർ വെച്ചിട്ടുള്ളത്. അതാണ് പ്രശ്നം. കാരണം എല്ലാത്തിലും സപ്പോർട്ടാകും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലാപ്പിലും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സെയിം ലാപ്പിൻ്റെ തന്നെ 2019 വെർഷനിലേക്കാണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് വൈഫൈ ഇഷ്യൂസും അതുപോലെ തന്നെ ഫാൻ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. 2020 ആയതുകൊണ്ട് തന്നെ ആ ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. എനിവേ എനിക്കൊരു പണി കിട്ടിയതാണ്. നിങ്ങളാരും അത് ചോദിച്ചു പോയി വാങ്ങരുത്. ആൻഡ് വിൻഡോസ് അപ്ഡേറ്റിലേക്ക് കിടക്കാമെന്നുണ്ടെങ്കിൽ അവിടെയും കുറേ ബഗ്ഗുകൾ വിൻഡോസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ബഗ്ഗുകൾ പറയാം. ആദ്യത്തേത് നമ്മുടെ ഹെഡ്ഫോൺ ജാക്കായിരുന്നു. നമ്മൾ ആദ്യമേ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഡിറ്റക്റ്റ് ആവില്ല. പിന്നെയും ഊരി കുത്തണം. ചിലപ്പോൾ ട്രബിൾ ഷൂട്ട് ചെയ്താൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ആവത്തുള്ളായിരുന്നു. ആൻഡ് അത് ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ലേറ്റസ്റ്റ് 2004 അപ്ഡേറ്റിൽ 1909 ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് 2004 അത് ഫിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ ബട്ടനുമായിട്ട് എനിക്ക് ഫാൻ കൺട്രോളിൻ്റെ ഷോർട്ട് കട്ട്, കീബോർഡിൻ്റെ ലൈറ്റിംഗ് ഷോർട്ട് കട്ട് അതൊന്നും വർക്ക് ആവുന്നില്ലായിരുന്നു. ആൻഡ് അതും ഇപ്പോൾ ഒരുവിധം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ CPU ടെമ്പറേച്ചർ ആർമറി ക്രേറ്റിൽ കാണിക്കുന്നില്ലായിരുന്നു. അങ്ങനെയും ബഗ്ഗുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു ലോഡ് ബഗ്ഗുകൾ നമുക്ക് ഫേസ് ചെയ്തു അപ്ഡേറ്റ്സിന് ശേഷം. സോ മാക്സിമം നിങ്ങൾ സ്റ്റോക്കിൽ തന്നെ കിടക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഫിക്സസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഫിക്സ് ചെയ്യാനായിട്ട് നല്ല പാടുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് Asusൻ്റെ TUF FX505DT എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇതിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു ടെക് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.